ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ ആദർശ് ഫ്രം എംഎസ് സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ മക്കളെ? നമ്മൾ 15 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏത് ചാപ്റ്റർ? മാനവികത, ഹ്യൂമനിസം എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ 15 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ് അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. എന്ത് വെച്ചിട്ട്? മൈൻഡ് മാപ്പ് വെച്ചിട്ട് കേട്ടോ. മൈൻഡ് മാപ്പ് വെച്ചിട്ട് നമ്മൾ എല്ലാം ഒന്ന് ഓടിച്ച് നോക്കാൻ പോവാം കേട്ടോ. നോക്കിക്കോ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ടൈം ഒന്നും കളയുന്നില്ല, നേരെ ഇതിലേക്ക് വരാം. നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? നമ്മൾ റിനൈസൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ, മാനവികതയെ കുറിച്ചാണ് പഠിക്കുന്നത്, ഹ്യൂമനിസത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ അതിന്റെ പല മേഖലകൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ആദ്യത്തെ നമുക്ക് ഇതിനെ 2 പാർട്ടാക്കിയിട്ട് തരംതിരിച്ചാൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് എന്താണ് റിനൈസൻസ്, എന്താണ് നവോത്ഥാനം, എന്താണ് മാനവികത എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് പറഞ്ഞു പോകുന്നതാണ് ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. അതെവിടെയാണ് ഉണ്ടായത്, എന്തുകൊണ്ടാണ് അവിടെ തന്നെ ഉണ്ടാവാനുള്ള കാരണം, ഇതൊക്കെയാണ് പറയുന്നത് അല്ലെ. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോയാലോ? രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോയാൽ നല്ല രസമാണ്. കുറെ ആളുടെ പേരും കാര്യങ്ങളൊക്കെ പഠിക്കാണ്ട് അല്ലെ. കുറെ ആളുടെ പേര്, അവർ ചെയ്ത വർക്കുകൾ, കുറെ സ്കൾപ്ചേഴ്സ്, കുറെ വാസ്തുശില്പം എന്നൊക്കെ പറഞ്ഞ്, വാസ്തുവിദ്യ എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ, കുറെ പേരുകളൊക്കെ പഠിക്കാനുണ്ട്. ആ ഭാഗത്ത് നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി, ആ പേരുകളും ആ വർക്കുകളും മാത്രം പഠിച്ചു വെക്കാം. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് മറന്നു പോവാതെ പട്ടികയാക്കിയിട്ട് ടേബിൾ ആക്കിയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ലിസ്റ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ ഭാഗത്തായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ സംഭവങ്ങൾ വരുന്നത്, എന്താ പറയുക, കുറച്ചുകൂടി ഇൻസിഡൻസ് വരുന്ന എവിടെയായിരിക്കും, ഫസ്റ്റ് പാർട്ടിലായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, ആ ഭാഗം ഒന്ന് ആദ്യം ഒന്ന് നോക്കാം. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇറ്റലിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ യൂറോപ്പിലാണ് നടക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇറ്റലിന്റെ ഭാഗത്തേക്ക് പോവാണ്. അപ്പൊ ഇറ്റലിയിൽ എങ്ങനെയാണ് റിനൈസൻസ് ആവിർഭവിക്കാനുണ്ടായുള്ള കാര്യം, അല്ലെ അവിടെ തന്നെ എന്തുകൊണ്ടാണ് എമേർജ് ചെയ്തത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പലതരത്തിലുള്ള കാരണങ്ങൾ കണ്ടെത്താൻ പറ്റും. ഒന്നാമതായിട്ട് വെൽത്തി ക്ലാസ് ആണ് അല്ലെ. വെൽത്തി ക്ലാസ് അവിടെ ഉണ്ട് അല്ലെ. അവർ ബാങ്കിങ്ങും ഇൻഷുറൻസ് ഒക്കെ അറിയുന്ന ഒരു വെൽത്തി ക്ലാസ്സും അതുപോലെ തന്നെ ഒരു വെൽത്തി ഫാമിലീസും അവിടെ ഉണ്ട്. അവരാണ് മെഡിസി, സ്ഫോർസ, ഫർണീസി, ഓർസീനി, വിസ്കോന്തി എന്നൊക്കെ പറഞ്ഞുള്ള കുറെ ആളുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഫാമിലീസിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ കയ്യിൽ വെൽത്ത് ഉള്ളത് കൊണ്ട് തന്നെ അവർ കുറെ അധികം സംഭാവന ഈ സമൂഹത്തിലേക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇറ്റലിയിലേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇറ്റലിയിൽ എന്ത് ചെയ്തു, ഈ ആർക്കിടെക്ചർ പോലുള്ള സാധനങ്ങൾ, ശില്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പെയിന്റിങ്സുകൾ, അതിനൊക്കെ ഇവരെന്ത് ചെയ്തു, പൈസ മുടക്കി. ഓക്കെ, അവര് പൈസ മുടക്കി. അങ്ങനെയാണ് ഇവിടെ ഈ വെൽത്തി ക്ലാസ്സസ് ഇറ്റലിന്റെ നവോത്ഥാനത്തിന്റെ ഭാഗമാകുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കേണ്ട എന്താ, പ്ലേഗ് അല്ലെ, ബ്ലാക്ക് ഡെത്ത്, കറുത്ത മരണം അല്ലെ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലേഗ് ആണ് രണ്ടാമത്തെ കാര്യം അല്ലെ. ഇറ്റലി എന്തുകൊണ്ടാണ് പ്രധാനമായി മാറിയെന്നുള്ളതിന് രണ്ടാമത്തെ ഓപ്ഷൻ എന്താ, പ്ലേഗ് ആണ്. കാരണം പ്ലേഗ് വന്ന സമയത്ത് കുറെ ആളുകൾ മരിച്ചു, കുറെ തൊഴിലാളികൾ മരിച്ചു, തൊഴിലാളികൾ ഇല്ലാതെയായി. അപ്പോഴെന്ത് സംഭവിച്ചു, ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ഉണ്ടായി. ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ഉണ്ടായപ്പോൾ, ഫ്യൂഡലിസം എന്ന് പറയുന്ന അഗ്രികൾച്ചറുമായി ബേസ് ചെയ്തിട്ടാ, അഗ്രികൾച്ചർ തകർന്നു, ഫ്യൂഡലിസവും തകർന്നു അല്ലെ. അഗ്രികൾച്ചർ തകർന്നു, ഫ്യൂഡലിസവും തകർന്നു. അപ്പോഴെന്തുണ്ടായി, അവിടെ ട്രേഡ് എമേർജ് ചെയ്തു. ട്രേഡ് എമേർജ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് ആ ട്രേഡ് കൺട്രോൾ ചെയ്തെന്ന ആരാണ്, ഈ വെൽത്തി ഫാമിലീസ് ആണ്. അവർ അങ്ങനെയാണ് വെൽത്തി ആയിട്ട് മാറുന്നത്. അത് രണ്ടാമത്തെ കാരണമാണ്. മൂന്നാമത്തെ കാരണം എന്താ, ക്രൂയിസൈഡ്സ് ആണ്. യൂറോപ്പിൽ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ക്രൂയിസൈഡ്സ്, കുരിശ് യുദ്ധം. കുരിശ് യുദ്ധത്തിലൂടെ ആ സമയത്ത് സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഇവർക്ക് എന്ത് കിട്ടി, ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് കിട്ടി അല്ലെ. എവിടെ കാണാൻ പറ്റുക, എന്ത് പറ്റി, കൾച്ചറൽ എക്സ്ചേഞ്ച് കിട്ടി എന്നുള്ള കാര്യം നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് ആ യുദ്ധം കഴിഞ്ഞ സമയത്ത് അത് അവരെ എന്തിലേക്ക് നയിച്ചു, അവരെ ട്രേഡിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്വാഭാവികം പറഞ്ഞ പോലെ തന്നെ ട്രേഡ് എന്ത് ചെയ്തു, എമേർജ് ചെയ്തു. പല രീതിയിലുള്ള ട്രേഡുകൾ വന്നു. അവിടെ മെഡിറ്ററേനിയൻ സീയിൽ തന്നെ വലിയൊരു പോർഷനായിട്ട് ആര് മാറി, ഈ പറയുന്ന ഇറ്റലി മാറുകയാണ് ഉണ്ടായത്. അതാണ് ക്രൂയിസൈഡ്സിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്. ഇനി അടുത്തൊരു പോയിന്റ്, നമ്മൾ വിട്ടുകൂടാൻ പറ്റാത്തൊരു പോയിന്റ് ആണ് യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള ഫാൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ. എന്താണ് ഫാൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ? ഫാൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്തിലേക്ക് നയിച്ചു, അവിടെ ഈ പറയുന്ന പോലെ കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ ആക്രമിച്ചു അല്ലെ. തുർക്കികൾ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഈ ചിന്തിക്കുന്ന ആളുകൾ, പണ്ഡിതന്മാര്, ഇവരൊക്കെ എങ്ങോട്ടേക്ക് പോയി, ഈ പറയുന്ന ഇറ്റലിയിലേക്കാണ് ഓടി വന്നത് അല്ലെ. ഇവർ ഓടി വന്നിട്ട് ഇറ്റലിയിലാണ് വന്നത്. ഇറ്റലിയിൽ ഈ സ്കോളേഴ്സ് ഒക്കെ വരിക എന്ന് പറയുമ്പോൾ ഇറ്റലിയിൽ എന്ത് കിട്ടും, അവിടെ അവരെന്ത് ചെയ്യും, നോളജായിട്ടും അറിവായിട്ടും എല്ലാ രീതിയിലും അവർ പ്രോഗ്രസ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുക അല്ലെ. അതാണ് കാണാൻ പറ്റുക. അപ്പോൾ അതും കൂടെ ഇറ്റലിനെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നു. അവരുടെ കയ്യിൽ അത്രയും ലിറ്ററേച്ചർ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് ഇറ്റലിയിൽ എന്തുണ്ടായെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഹ്യൂമനിസം, റിനൈസൻസ് എന്ന് പറയുന്ന കാര്യം ആവിർഭവിച്ചു. ഇതൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു, ഹ്യൂമനിസം എന്ന് പറയുന്ന കാര്യം ആവിർഭവിച്ചു. ഇനി നമുക്ക് ഏതൊക്കെ മേഖലകൾ നോക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന്റെ ആദ്യം നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഈ എന്താ പറയുക, നമ്മുടെ വിശ്വാസത്തിന്റെ പേര് തന്നെയാണ് കേട്ടോ, ബിലീവ്സ് തന്നെയാണ്. അതിൽ ആദ്യം, അതായത് മിഡീവൽ പീരീഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, അവിടെ മധ്യകാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഗോഡ് സെൻട്രിക് ആയിരുന്നു, അറിയാം. അത്